ആശയവിനിമയം എന്നത് വിവരങ്ങളും വികാരങ്ങളും പങ്കിടുന്ന പ്രക്രിയയാണ്. ഇത് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിനും അത്യന്താപേക്ഷിതമാണ്. ഫലപ്രദമായ സംവേദനത്തിൽ വ്യക്തത, തുറന്ന മനസ്സ്, സൂക്ഷ്മ നിരീക്ഷണം, പരസ്പര ബഹുമാനം, അവബോധം എന്നിവ ഉൾപ്പെടുന്നു. കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കിന്റെ ഓരോ അക്ഷരവും വിശകലനം ചെയ്തുകൊണ്ടുള്ള ഫ്രെയിംവർക്ക്. C4 ക്ലാരിറ്റി, തെറ്റിദ്ധാരണകൾ കുറയ്ക്കുന്ന വ്യക്തവും കൃത്യവുമായ സന്ദേശങ്ങൾ. O4 ഓപ്പൺനെസ്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ കേൾക്കാനും പരിഗണിക്കാനുമുള്ള തയ്യാറെടുപ്പ്. M4 മൈൻഡ്ഫുൾനെസ്, സംഭാഷണങ്ങളിൽ സന്നിഹിതവും അവബോധമുള്ളതുമായ സമീപനം. M4 മ്യൂച്വൽ റെസ്പെക്റ്റ്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും വികാരങ്ങളെയും വിലമതിക്കുക. U4 അണ്ടർസ്റ്റാൻഡിംഗ്, സന്ദേശം ഇരുപക്ഷവും പൂർണ്ണമായി മനസ്സിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നൺ വെർബൽ ക്ലൂസ്, ശരീരഭാഷയും ടോണും വ്യാഖ്യാനിക്കുക. I4 ഇന്റൻഷനാലിറ്റി, ഉദ്ദേശ്യത്തോടും ദിശാബോധത്തോടും കൂടി ആശയവിനിമയം നടത്തുക. C4 കമ്പാഷൻ, ഹൃദയം കൊണ്ട് പ്രതികരിക്കുകയും പരിചരിക്കുകയും ചെയ്യുക. A4 അഡാപ്റ്റബിലിറ്റി, പ്രേക്ഷകരുടെ അടിസ്ഥാനത്തിൽ ആശയവിനിമയ ശൈലി ക്രമീകരിക്കുക. T4 ട്രാൻസ്പെറൻസി, ആശയങ്ങളുടെ നിഷ്കളങ്കവും തുറന്നതുമായ പങ്കിടൽ. I4 ഇൻവാൾവ്മെന്റ്, സംഭാഷണത്തിൽ സജീവമായി പങ്കെടുക്കുക. O4 അബ്സർവൻസ്, മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുക. N4 നെച്ചുറിംഗ്, പോസിറ്റീവും നിർമ്മാണാത്മകവുമായ സംവാദത്തെ പ്രോത്സാഹിപ്പിക്കുക. ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിന് വ്യക്തമായ സന്ദേശങ്ങൾ, സജീവമായ ശ്രദ്ധ, സൂക്ഷ്മ നിരീക്ഷണം, അനുയോജ്യത എന്നിവ പരിശീലിക്കുകയും ഒപ്പം സുതാര്യതയും ഹൃദയപൂർവ്വകയും നിലനിർത്തുകയും വേണം. സാരാംശത്തിൽ, ആശയവിനിമയം അർത്ഥവത്തായ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു, അവബോധം വളർത്തുന്നു, ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു. ഇത് ജീവിതത്തിന്റെ ഒരു പ്രാഥമിക വശമാക്കുന്നു. നന്ദി.